ഹായ്, ഞാൻ അൻവർ ടോറിനോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളിലേക്കായിട്ടാണ് നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത്. ആ വർക്കിൻ്റെ സ്റ്റേജ് ഇപ്പോൾ എത്രത്തോളം എത്തിയിട്ടുണ്ട്, എങ്ങനെയാണ് വർക്ക് കഴിയാനായിട്ടുണ്ടോ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നേരത്തെ സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ സൈറ്റിലെത്തി. പാലക്കാട് ജില്ലയിൽ പുതുനഗരം എന്ന പറഞ്ഞ പ്രദേശത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു 1/2 ഏക്കറും സ്ഥലമുണ്ട്. പലതരം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അലി മുഹമ്മദ് എന്ന് പറഞ്ഞ സാറാണ് നമ്മൾ ഈ ലാൻഡിൻ്റെ ഉടമ. മാഷായിരുന്നു. റിട്ടയർമെൻറ്റ് ലൈഫ് എക്സ്പ്ലോറിങ് ചെയ്യുന്നത്. ഇവിടെ പലതരം കൃഷി കാര്യങ്ങൾ, ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പം കുരുമുളക് കൃഷിയിലേക്ക് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി കുരുമുളക് കൃഷി ചെയ്യാണ്. ഇവിടെ 4-5 10 അടി ഹൈറ്റിലാണ് ചെയ്യുന്നത്. 2 അടി താഴ്ചയ്ക്ക് പോയിട്ട് മേലെ 8 അടി കിട്ടുന്ന രൂപത്തിലാണ്. സാറിന് തന്നെ പറിക്കാൻ പറ്റിയ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഞാൻ ഇവിടെ വന്നപ്പം ഈ ലാൻഡിൽ ഒരു സോളാറിൻ്റെ സെറ്റപ്പ് കണ്ട് 2 വാട്ട്സിൻ്റെ. അത് സാർ എന്നെ വെച്ചതാണോ എന്ന് ഞാൻ ചോദിച്ചു. അന്ന് അല്ല എന്ന് പറഞ്ഞു. ഇത് ഗവൺമെൻറ്റിൻ്റെ വക സബ്സിഡി ആയിട്ട് കിട്ടിയതാണ് 2 വാട്ട്സിൻ്റെത്. അത് 5 വർഷത്തോളം ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ ഫുള്ളായിട്ട് സർക്കാരാണ്. ഇത് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യും, നേരത്തെ സർക്കാരിലേക്ക് പോകും. നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന മോട്ടർ കാര്യങ്ങൾ എല്ലാം നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ ഫുൾ ആയിട്ട് സബ്സിഡി, ഒരു കോസ്റ്റ് പോലും നമുക്ക് ഇതിന് ചാർജ് വന്നില്ല. 5 വർഷം കഴിഞ്ഞതിന് ശേഷം സർക്കാർ അത് നമ്മളെ തിരിച്ച് ഏൽപ്പിക്കുകയും ചെയ്യും. അത് നമുക്ക് എന്തായി നമ്മളെ ആവശ്യങ്ങൾക്കൊക്കെ കറണ്ട് കിട്ടുകയും ചെയ്യും. നമ്മളൊരു രൂപ പോലും കറണ്ട് ബില്ല് അടിക്കാണ്ട് നമ്മളെ കാര്യങ്ങൾ ഇവിടുത്തെ തോട്ടത്തിലെ എല്ലാ കാര്യങ്ങളും നടന്നു പോവുകയും ചെയ്യും. നമ്മൾ ഇവിടെ പാലക്കാട് വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കേട്ടതും അറിഞ്ഞതും. ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് സബ്സിഡി ആയിട്ട് സർക്കാർ നൽകുന്നുണ്ട്. കൃഷിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടുന്നില്ല. ഇതുപോലുള്ള കുറേ സബ്സിഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഗവൺമെൻറ് പ്രോപ്പറായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. ജനങ്ങളിലേക്കല്ല, നമ്മൾ കൃഷിക്കാരായ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നില്ല. പക്ഷേ നമ്മളിത് അറിഞ്ഞ് കണ്ടെത്തിയിട്ട് ഇതുപോലുള്ള സബ്സിഡി കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, സിമെൻറ്റ് പൈപ്പിൽ കുറുമുളിച്ച് ചെയ്യുന്നത് കൂടുതലായിട്ട് പ്രൊഫഷണലായ ആൾക്കാരാണ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൊഫഷണലായ ആൾക്കാരാണ് നമ്മളെ ഈ സിമെൻറ്റ് പൈപ്പിൽ കുറുമുളിച്ച് ചെയ്യാൻ വരുന്നതുള്ളത്. സിമെൻറ്റ് പൈപ്പിൽ കുരുമുളകിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി ലോ കോസ്റ്റിലും നല്ല ക്വാളിറ്റിയിലും ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് പ്രൊഫഷണലായ ആൾക്കാർ നമ്മളെ തേടി വരുന്നത്. ഇവിടുത്തെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്ന് നമുക്ക് സാറൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം. ചോദിച്ചു നോക്കാം. വരി. ഞാൻ അലി മുഹമ്മദ്, ഒരു റിട്ടയർഡ് കോളേജ് അധ്യാപകനാണ്. ഭൂമിശാസ്ത്രമാണ് എൻ്റെ വകുപ്പ്. ഓക്കെ. എത്രാം ക്ലാസ് വരെയാണ്? ഞാൻ ഹയർ സെക്കൻഡറി ആണോ അല്ലെങ്കിൽ പി ജി വരെ? അപ്പൊ അതൊക്കെ ആ ഒരു ഇതിന്റെ അടിസ്ഥാനത്തില് വീട്ടിൽ കുറച്ച് കുരുമുളക് മരത്തിലൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു 10-15 ചെടി. പക്ഷെ എങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ടപ്പോ ഇത് നമുക്ക് പരീക്ഷിച്ച് നോക്കിയാലോ എന്നൊരു തോന്നല്. ആ തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അൻവറിനെ ബന്ധപ്പെട്ടതും. അദ്ദേഹം മൂലം പട്ടാമ്പിയിലും ഓങ്ങല്ലൂർ 1-2 സ്ഥലത്ത് പോയി കാണുകയും എന്നാൽ നമുക്കൊന്ന് പരീക്ഷിച്ച് കളയാന്നൊരു തോന്നല് ബന്ധപ്പെട്ട് ഏർപ്പാട് ചെയ്തതാണ്. അങ്ങനെയാണ് കുരുമുളക് കൃഷിയിലേക്ക് എത്തിയത്. നമ്മളെ സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സർവീസാണ്. നമ്മൾ വന്നതും വർക്ക് ചെയ്തതും പറഞ്ഞ നല്ല സർവീസാണ്. എനിക്ക് അതിലൊരു പരാതിയുമില്ല. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ, പ്ലാന്റിംഗ് കൂടെ കഴിയണം. ബാക്കി ഇതിലൊരു പോർഷൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞളാ വെച്ചിരുന്നത്. തർക്കമില്ലാത്ത വിളവൊക്കെ കിട്ടി. പക്ഷേ മാർക്കറ്റ് വില മാർക്കറ്റ് മാത്രമല്ല, നമുക്കിത് ഈ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇവിടത്തെ ലേബർ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. കാരണം അവരൊരു 4 ദിവസത്തെ പണി 40 ദിവസത്തെ പണി ചെയ്യും. നമുക്ക് കൂലി കൊടുത്ത് മുതലാവില്ല. അപ്പൊ ഇക്കണോമിക്കലാവില്ല അപ്പൊ ഈ ഒരു രീതിക്കാണ് ക്യാഷ് ക്രോപ്പ് എന്ന നിലയ്ക്ക് നമ്മൾ ഇതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മാറ്റി വേറെ രീതിയിൽ ചെയ്തു നോക്കാന്നുള്ളത്. ഇതാകുമ്പോ നിങ്ങൾക്ക് തന്നെ പരിചരിക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മള് 8 അടി ഹൈറ്റിൽ മേലെ രീതി ചെയ്തതും. ഒരു സ്റ്റൂൾ കയറി വെച്ചിട്ടുണ്ടെങ്കിൽ ലാഡർ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് പറിക്കാം. ഇത് കുരുമുളക് വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്യാൻ നിങ്ങൾ നോക്കിയിരുന്നോ, കാര്യങ്ങൾ പഠിച്ചിരുന്നോ, എങ്ങനെയാണ്? ഇല്ല, ഞാന് പൈപ്പ് കുറുമുളക് ഇതിൽ കണ്ടപ്പോ കുറെ യൂട്യൂബിൽ കുറെ സെർച്ച് ചെയ്തു. അങ്ങനെയാണ് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്. ഓക്കെ, എന്നാ ശരി. ഓക്കെ, താങ്ക് യു. സിമെന്റ് പൈപ്പിൽ കുറുമുളിച്ച് ചെയ്യാൻ താല്പര്യമുള്ള നമ്മൾ കോൺടാക്ട് ചെയ്യുക. 9048603434 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കേരളത്തിൽ എവിടെ ആണെങ്കിലും നമ്മൾ സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കും. കേരളത്തിന്റെ പുറത്തു ആണെങ്കിൽ നമ്മൾ ചെയ്തിട്ട് കൊടുക്കുകയും ചെയ്യും.